ജമാൽ, അതായത് കുവൈറ്റിലെ സംഘാടനം ഇന്ന് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. ഉപപ്രധാനമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. നേരത്തെ ഹിക്മത്ത് അത് സൂചിപ്പിച്ചു. നാളത്തെ വൈകിട്ടത്തെ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണോ? തീർച്ചയായും ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രവാസി സുഹൃത്തുക്കളെ തന്നെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ബഹ്റൈൻ, ഖത്തർ, അതുപോലെ തന്നെ മസ്കത്തിലൊക്കെ തന്നെയും അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് എത്തിച്ചേർന്നതും തങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ മാത്രമല്ല പ്രവാസികൾക്ക് ആകെ ഒട്ടേറെ ക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കിയ ഒരു ഭരണാധികാരിയാണ്. ആ ഒരു സർക്കാരാണ്. ആ സർക്കാരിന്റെ തലവനെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തി. അത് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. മസ്കത്തിലൊക്കെ വലിയ ജനക്കൂട്ടം എത്തി അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. കുവൈത്തിലും നാളെ വലിയ ജനക്കൂട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും ആഴ്ചകളായി എണ്ണയിട്ട യന്ത്രം പോലെ സംഘാടകർ പ്രവർത്തിക്കുകയാണ്. ഇന്നലെയൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതാലും വലിയ ജനക്കൂട്ടം നാളെ മൻസൂരിയയിലെ ഇൻഡോ അറബ് അൽ അറബി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി.